Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പർ ഉണ്ടല്ലോ, നമ്മളെ ഫസ്റ്റ് സെമ്മിന് പഠിക്കാനുള്ള ജനറൽ പേപ്പർ. അപ്പോൾ ആ പേപ്പറിൽ വരുന്ന മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ആ മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത് ഫോർ സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന 4 സ്കില്ലുകൾ. അപ്പോൾ ആ 4 സ്കില്ലുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 4 സ്കില്ലുകൾ? അപ്പോൾ നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 4 ബേസിക് സ്കിൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള 4 സ്കില്ലുകൾ ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ. അവയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും ആ 4 സ്കില്ലുകൾ. ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചതായിരിക്കും, പഠിച്ച ചാപ്റ്റർ ആയിരിക്കും. പക്ഷെ എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു മെമ്മറി ഒന്ന് റിവൈൻഡ് ചെയ്യുക, ഒന്ന് ഓർമ്മ പുതുക്കുക കേട്ടോ. ദ 4 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ, 4 കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതായത് 4 സ്കില്ലുകളാണ് വരുന്നത്. ഈ 4 സ്കില്ലുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് 2 കാര്യങ്ങൾക്കാണ്. അതായത് 2 ഒരു കാര്യത്തിനും 2 മറ്റൊരു കാര്യത്തിനും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് നീഡ് ടു ഡെവലപ്പ്. ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് നീഡ് ടു ഡെവലപ്പ് 2 സെറ്റ്സ് ഓഫ് സ്കിൽസ്. അതായത് ഈ 4 2 സെറ്റുകളാക്കി മാറ്റിയത്. അതായത് ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സ് 2 സെറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. ഈ 4 2 ഒരു സെറ്റും 2 മറ്റൊരു സെറ്റും. അപ്പോൾ ഇതിൽ ഓരോ സെറ്റ് എന്തിനാണെന്നാണ് ഞാൻ പറയുന്നത്. ദാറ്റ് വുഡ് മേക്ക് ദം ഇഫക്റ്റീവ് സെൻഡേഴ്സ് ആൻഡ് റിസീവേഴ്സ്. അതായത് നമ്മൾ ഫലപ്രദമായിട്ടുള്ള നല്ല ഇഫക്റ്റീവായ സെൻഡേഴ്സും അതുപോലെ തന്നെ റിസീവേഴ്സും. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സെൻഡേഴ്സ് ആവാൻ ഈ 4 2 സഹായിക്കും. അതുപോലെ തന്നെ നല്ല റിസീവേഴ്സ് ആവാനും 2 സഹായിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 2 സെറ്റ് അല്ലെങ്കിൽ 4 സ്കിൽസ് നിങ്ങൾ സ്വായത്തമാക്കണം. ഇത് നോക്കൂ, 2 സെറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ ദ സ്കിൽസ് നെസസറി ഫോർ പ്രൊഡക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും, ഇതിൽ 2 നമ്മളാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള്. സ്പീക്ക് ചെയ്യുകയാണെങ്കിലും മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന ആള്. മെസ്സേജ് ക്രിയേറ്റർ ആരാണ്? നമ്മളാണ്. സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും. സോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പ്രൊഡക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ് എന്ത്? പ്രൊഡക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കാരണം ഇവിടെ നമ്മളല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രൊഡക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അപ്പൊ അതായത് പ്രൊഡക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സെൻഡർ ആണ്. നമുക്ക് 2 രീതിയിൽ മെസ്സേജ് സെൻഡ് ചെയ്യാം. എങ്ങനെയൊക്കെയാ? സ്പീക്കിംഗ് ആയിട്ടും റൈറ്റിംഗ് ആയിട്ടും, അല്ലേ? അപ്പൊ ഇതിനാണ് നമ്മൾ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മെച്ചപ്പെടുന്നതിന്, നമ്മൾ ഇഫക്റ്റീവ് ആവുന്നതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ്. വൈൽ എന്ന് പറഞ്ഞാൽ അതേസമയം ലിസണിങ് ആൻഡ് റീഡിങ് ആർ ദ റിസെപ്റ്റീവ് സ്കിൽസ്. റിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ റിസീവർ, സ്വീകരിക്കുന്ന ആള്. റിസെപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാനാണ്. നമുക്ക് പറയുന്ന കാര്യങ്ങൾ, എഴുതിയതായിക്കോട്ടെ, ഒരാൾ പറയുന്നതായിക്കോട്ടെ, അത് അതിൻ്റെതായ രീതിയിൽ, അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട 2 സ്കില്ലുകളാണ് റീഡിങ്ങും അതുപോലെ തന്നെ ലിസണിങ്ങും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് 2 നമ്മളിൽ ഇതിനാവശ്യമായിട്ടുള്ള, റിസപ്ഷൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ നമ്മളിൽ വർദ്ധിപ്പിക്കും. ഇനി നമുക്ക് ഈ 4 സ്കില്ലുകൾ ഇൻഡിവിജ്വലായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാലോ, 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 5 മാർക്കിന് വേണ്ടേ? അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കേട്ടാൽ മതി, സെറ്റ് ആവും. അപ്പോൾ നോക്കിക്കോളൂ. 1 ലിസണിങ് ആണ്.
ലിസണിങ് ഈസ് ആൻ ആക്ടിവിറ്റി which needs conscious effort and is essential for effective communication. അപ്പോൾ ലിസണിങ് എന്ന് പറയുന്നത്, അതായത് ആരാണോ ലിസൺ ചെയ്യുന്നത്, ആരാണോ കേൾക്കുന്നത്, അയാളുടെ ഭാഗത്ത് നിന്നും ഒരു കോൺഷ്യസ് എഫോർട്ട് വേണം. കാരണം പറയുന്ന ആൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കേൾക്കുന്നവനൊരു വിചാരം വേണം, ഞാൻ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ലിസണിങ് എന്നുള്ളത് നീഡ്സ് കോൺഷ്യസ് എഫോർട്ട്. ആരാണോ കേൾക്കുന്നത് അവൻ്റെ ഭാഗത്ത് നിന്നും കോൺഷ്യസ് എഫോർട്ട് വേണം. ഇത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ക്ലാസ് റൂമിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെ കേൾക്കുന്ന സ്റ്റുഡൻസിനൊരു ബോധം വേണം, എന്ത് അവർ കേൾക്കണം എന്നുള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു കേൾക്കുന്നവൻ്റെ ഭാഗത്ത് നിന്നും ഒരു കോൺഷ്യസ് എഫോർട്ട് വേണം. മാത്രമല്ല ലിസണിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെയല്ല, ഈസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് അത്യാവശ്യമാണ് എന്ത് ലിസണിങ്. അതായത് ശ്രദ്ധിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റൂ, ശ്രദ്ധിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് എഴുതാൻ പറ്റൂ, അല്ലേ? അപ്പം അതാണ് പറയുന്നത്, കൃത്യമായ റിപ്ലൈ കൊടുക്കണമെങ്കിൽ, അതായത് നല്ല ഒരു റിസീവർ ആവണമെങ്കിൽ ലിസണിങ് അത്യാവശ്യമാണ്. ഗുഡ് ലിസണിങ് ഹാബിറ്റ്സ് ആർ, നല്ല ലിസണിങ് ഹാബിറ്റ്, അതായത് എന്തൊരു കാര്യമാണെങ്കിലും അത് നന്നായിട്ട് കേട്ടിരിക്കുന്ന സ്വഭാവം. നല്ല ലിസണിങ് ഹാബിറ്റ്സ് ആർ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് പ്രൈമറി സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ പ്രാഥമികമായിട്ടുള്ള സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ്റെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സ്കില്ലിൻ്റെ ഭാഗമാണെന്ത്, അനിവാര്യമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണെന്ത്, നല്ല ലിസണിങ് ഹാബിറ്റ്. നല്ല ലിസണിങ് ഹാബിറ്റ് എന്നുള്ളത്, ലിസണിങ് ഹാബിറ്റ്സ് ആർ എസെൻഷ്യൽ പാർട്ട് ഓഫ് പ്രൈമറി സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആക്റ്റീവ് ലിസണിങ് ഈസ് പാർട്ട് ഓഫ് എ ഗുഡ് കോൺവേഴ്സേഷൻ. അതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത് നല്ലൊരു കോൺവേഴ്സേഷൻ്റെ ഭാഗമാണ്. അതായത് നല്ലൊരു കോൺവേഴ്സേഷൻ ഒരു ആക്റ്റീവ് ലിസണറിൽ നിന്ന് പ്രതീക്ഷിക്കാം. അവർ ഗുഡ് ഓർ ആക്റ്റീവ് ലിസണിങ്, ആക്റ്റീവ് ലിസണിങ് നല്ല ഒരു കോൺവേഴ്സേഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നല്ല ലിസണിങ് ഹാബിറ്റ്, നല്ല ലിസണിങ് ഹാബിറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രൈമറി സ്കിൽസിൻ്റെ ഭാഗമാണ് നല്ല ഗുഡ് ലിസണിങ് ഹാബിറ്റ്സ്. അപ്പം അതുപോലെ തന്നെയാണ് ആക്റ്റീവ് ലിസണിങ് നല്ല ഒരു ഗുഡ് കോൺവേഴ്സേഷൻ്റെ ഭാഗവുമാണ്. ദ ലിസണർ ആൻഡ് സ്പീക്കർ ഷുഡ് യൂസ് കോമൺ ലാംഗ്വേജ്. ലിസണറും അതുപോലെ തന്നെ സ്പീക്കറും, ലിസണറും സ്പീക്കറും എന്ത് ചെയ്യണം, കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഇഫക്റ്റീവ്, കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവും, അല്ലേ? ഞാൻ സംസാരിക്കുന്നത് മലയാളത്തിലാണ്, എന്താ കാരണം? ഞാൻ സ്പീക്കറാണ്, എൻ്റെ ലിസണേഴ്സ് മലയാളികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ഒരു കോമൺ ലാംഗ്വേജ് വേണം, നമ്മളൊരു കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്യണം. അപ്പം മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവൂ. ആൻ ആക്റ്റീവ് ലിസണർ, ഒരു ആക്റ്റീവ് ലിസണർ, ഒരു ആക്റ്റീവ് ലിസണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കല്ല. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ആക്റ്റീവ് ലിസണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻ ആക്റ്റീവ് ലിസണർ വുഡ് ടേക്ക് നോട്ട്സ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അതായത് നമ്മളൊരു ആക്റ്റീവ് ലിസണർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡ്യൂറിങ് എ ലെക്ചർ, ഒരു ലെക്ചർ നടക്കുന്ന സമയത്ത്, ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് നമ്മൾ നോട്ട്സ് എഴുതിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫ്യൂച്ചർ റെഫറൻസ്, ഭാവിയിൽ നമുക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി, റെഫർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പം ഭാവിയിൽ നമ്മളൊന്ന് നോക്കുന്നതിന് വേണ്ടി, റെഫർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നോട്ട്സ് നമ്മൾ എഴുതിയെടുക്കണം. എപ്പോൾ? ഡ്യൂറിങ് എ ലെക്ചർ, ഒരു ലെക്ചർ നടക്കുന്ന സമയത്ത്. അപ്പോൾ ആൻ ആക്റ്റീവ് ലിസണർ വുഡ് ടേക്ക് നോട്ട്സ് ഡ്യൂറിങ് എ ലെക്ചർ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അപ്പോൾ ഇത് നിങ്ങളും ചെയ്യണം. ഇപ്പം എൻ്റെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഒരു പക്ഷേ ഞാൻ നൽകുന്ന നോട്ടിനേക്കാൾ
നിങ്ങളിത് കേട്ട് നിങ്ങൾ എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കാൻ സൗകര്യമായിരിക്കും. കാരണം ചില സബ്ജക്റ്റുകൾ, ഇപ്പം ചില സബ്ജക്റ്റുകൾ ക്ലാസ് നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ലെക്ചർ നോട്ട് എഴുതി വെക്കും. കാരണം അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതി വെക്കുക. ആ നോട്ട്, ഞാൻ എഴുതിയ നോട്ട് എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി അവന് ചിലപ്പോൾ വായിച്ചു പഠിക്കാൻ ബുദ്ധിമുട്ടായി. കാരണം അവൻ ലെക്ചർ നോട്ട്, ഇപ്പോൾ ലെക്ചർ നോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എഴുതിയ ലെക്ചർ നോട്ട് അയാൾക്ക് കൺവീനിയൻ്റ് ആയിരിക്കും, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പകരമായ രീതിയിലുള്ള ലെക്ചർ നോട്ട്, നിങ്ങൾ നല്ല ആക്റ്റീവ് ലിസണേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ അങ്ങനെ ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യും, ശ്രദ്ധിക്കും നിങ്ങൾ. അപ്പം നിങ്ങൾ എന്താവും? ആക്റ്റീവ് ലിസണർ ആവും. അപ്പം ഇത്രയാണ് ലിസണിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് സ്പീക്കിംഗ് ആണ്. സ്പീക്കിംഗ് കേട്ടോളൂ. അവർ സ്ട്രെങ്ത് ആസ് എ കമ്മ്യൂണിക്കേറ്റർ ലൈസ്. ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയ്ക്കുള്ള നമ്മളുടെ സ്ട്രെങ്ത് എവിടെയാ? നമ്മളെ കയ്യിലാണോ, കണ്ണിലാണോ, നാക്കിലാണോ, എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സെൻറ്റർ എന്ന നിലയ്ക്കുള്ള നമ്മളുടെ സ്ട്രെങ്ത്, നമ്മളുടെ പവർ കിടക്കുന്നത് in our ability to speak a language fluently and confidently. ഒരു ഭാഷ ഫ്ലുവൻ്റ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും സംസാരിക്കാൻ കഴിയുന്നതിലാണ്. അവിടെയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയ്ക്കുള്ള പവർ കിടക്കുന്നത് കേട്ടോ. എവിടെയാണ് കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയ്ക്കുള്ള നമ്മളെ പവർ കിടക്കുന്നത്? ഇൻ അവർ എബിലിറ്റി ടു സ്പീക്ക് എ ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി. എ ഗുഡ് ലിസണർ ക്യാൻ ഈസിലി ബിക്കം എ ഗുഡ് സ്പീക്കർ. നല്ലൊരു ലിസണർക്ക് നല്ലൊരു സ്പീക്കർ ആവാനും കഴിയും. ഇത് ഞാൻ മിക്കവാറും കുട്ടികളോട് പറയുന്നതാണ്. നമ്മൾ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് കൃത്യമായി കേട്ടുകൊണ്ടിരിക്കാം, കൃത്യമായിട്ട് നമ്മളത് വായിക്കുകയും ചെയ്യാം. കാരണം ഇത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയും. ഇത് ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേക ഒരു കോഴ്സൊന്നുമില്ല. കാരണം അധ്യാപകൻ ടെക്സ്റ്റ് വായിച്ചു പറയുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശേഷം വായിച്ചു കഴിഞ്ഞാൽ നമുക്കും അങ്ങനെ വായിക്കാൻ കിട്ടും. അങ്ങനെ വായിക്കാൻ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വൊക്കാബുലറി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അതോടൊപ്പം ചില സെൻറ്റൻസ് സ്ട്രക്ചറുകൾ, പാറ്റേണുകൾ നമ്മുടെ മൈൻഡിൽ പതിയും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുമ്പോൾ അത്തരം പാറ്റേണുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ആ ഒരു ക്ലാസ് കേൾക്കുന്നതിലൂടെ തന്നെ നമ്മൾ നല്ലൊരു ലിസണർ ആയാൽ തന്നെ നമുക്ക് എന്തിനു കഴിയും? സ്വാഭാവികമായിട്ട് നമ്മളൊരു ഗുഡ് സ്പീക്കർ ആകും. ഇത് പിന്നെ ഒരു ശരിയായ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റു കോഴ്സുകൾക്കോ മറ്റോ പോകണ്ടെന്നല്ല, നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിനോ അല്ലെങ്കിൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പൊതുവെ കുറവാണ് തോന്നുന്നു, അത്തരം കോഴ്സിന് പോകണ്ടെന്നല്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇത് എൻ്റെ ക്ലാസ് മാത്രമല്ല ഓഫ്ലൈൻ ക്ലാസ് അല്ലേ, ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക, ടെക്സ്റ്റിൽ നോക്കുക. അധ്യാപകൻ അല്ലേ വലിയ ക്ലാസ്സുകളിൽ വായിക്കാൻ പറയലൊക്കെ കുറവായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, സാറിൻ്റെ ക്ലാസ് എടുക്കൽ കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അപ്പം സമയം കിട്ടുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്നെങ്കിലും ഒന്ന് വായിക്കാം. വായിച്ചിട്ട് സാറ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു മുക്കാ ഭാഗമെങ്കിലും, ഞാൻ അതില്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം. ആ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതാനും പറ്റും. ഇത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ വൊക്കാബുലറിയിലും അതുപോലെ തന്നെ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള കഴിവിലൊക്കെ എങ്ങനെ എന്ത് ചെയ്യും, ഡെവലപ്പ് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് കുറച്ച് കാലം കഴിയുന്നതിനനുസരിച്ച് ഈ ഗുഡ് ലിസണർ ആയ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗുഡ് സ്പീക്കർ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിലുള്ള കഴിവ് കൂടി നമ്മളെ മെച്ചപ്പെടും. ദ സ്പീക്കർ ഷുഡ് ഹാവ് ആൻ അവയർനെസ്. അതായത് ഒരു സ്പീക്കർക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം, ബോധം. അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോധം. എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച്? ഓഫ് ദ പർപ്പസ്, ഫങ്ഷൻ ആൻഡ് യൂസസ് ഓഫ് കറക്റ്റ് എക്സ്പ്രഷൻ. അതായത് കൃത്യമായിട്ടുള്ള കറക്റ്റ് എക്സ്പ്രഷൻ, കൃത്യമായിട്ടുള്ള പ്രയോഗങ്ങൾ. ഏതൊരു ഭാഷയിലും എന്തുണ്ടായിരിക്കാം? എക്സ്പ്രഷൻ, അതായത് ഫ്രേസുകൾ, കൃത്യമായ പ്രയോഗങ്ങൾ, കൃത്യമായ ഉപയോഗം, അതിനെക്കുറിച്ച് അറിയണം. അതുപോലെ തന്നെ ഫങ്ഷനും പർപ്പസും.
ഇപ്പൊ നമ്മൾ ഒരു സ്പീക്കർ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലാണ്. അതായത് എഴുതുന്നതിന്റെ രൂപത്തിലും അതുപോലെ തന്നെ സംസാരത്തിന്റെ രൂപത്തിലും. ഇത് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന് പർപ്പസ്, എന്തിനു വേണ്ടി എഴുതുന്നു ഓർ എന്തിനു വേണ്ടി പറയുന്നു, പർപ്പസ്. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ, നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് ഇത് എന്ത് ചെയ്യും ഇത് ഉപയോഗിച്ച്. അതുപോലെ തന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കാം. ഇത് പലഹാരമൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതിൽ ഉപയോഗിക്കുന്നത് വേർഡ്സ്. അതുപോലെ തന്നെ നമ്മളിനി പഠിക്കാൻ പോവാണ്. അതായത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രാമറിൻ്റെ സെക്ഷൻ തുടങ്ങുകയാണ്. അതായത് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൽ പാർട്ട് 3 തുടങ്ങും. അപ്പോൾ അതിൽ ഇതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഈ കറക്റ്റ് എക്സ്പ്രഷൻസ്, അതിൻ്റെ യൂസ്, ഫങ്ഷൻസ്, പർപ്പസ്, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്, ഒരു ബോധം അല്ലെങ്കിൽ അവബോധം സ്പീക്കർക്ക് ഉണ്ടായിരിക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രം, അത് വെച്ച് പ്രിപ്പയർ ചെയ്യണം, അത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രം എന്ത് നടക്കൂ? ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിൻ്റെ ബിഗിനിങ്ങിൽ, സ്റ്റാർട്ടിങ്ങിൽ ഇത് എന്തിനു വേണ്ടി, അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇതിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളുടെ ശരിയായ ഉപയോഗം, ഇത് അറിഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഉദ്ദേശം വിജയിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആകുന്നതിന് നമ്മൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത് പറയുന്നത് റീഡിംഗ് ആണ്. അടുത്ത സ്കില്ല് ഏതാ? റീഡിംഗ് ആണ് അടുത്ത സ്കില്ല്. റീഡിംഗ് ഈസ് കൺസിഡേർഡ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഇൻ ലാംഗ്വേജ് ലേണിംഗ്. ലാംഗ്വേജ് ലേണിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് എന്ത്? റീഡിങ്. യാതൊരു സംശയവുമില്ല. അതായത് ഒരു പേജ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 3-4 പേജ് വായിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, റീഡിങ്ങിന് വളരെ ഗുണമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. റീഡിങ് ഈസ് കൺസിഡേർഡ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഇൻ ലാംഗ്വേജ് ലേണിംഗ്. അതായത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ഉണ്ടാവും. കാരണം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഷയിലാണോ എഴുതേണ്ടത് ആ ഭാഷയിൽ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് ആ ഭാഷ മെച്ചപ്പെടൂ, ആ ഭാഷയിലെ നമ്മുടെ വൊക്കാബുലറി മെച്ചപ്പെടുക, നമ്മളുടെ സെൻറ്റൻസിൻ്റെ പാറ്റേൺ, കൺസ്ട്രക്ഷൻ, സ്ട്രക്ചർ, ഇതൊക്കെ മെച്ചപ്പെടുള്ളൂ. അതായത് ഇംഗ്ലീഷിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, ഇംഗ്ലീഷിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ മലയാളമല്ല വായിക്കേണ്ടത്, ഇംഗ്ലീഷ് വായിക്കണം. അതേ സമയത്ത് നമ്മളെ മീഡിയം മലയാളമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മലയാളം വായിക്കാം കേട്ടോ. നമ്മുടെ മീഡിയത്തിനനുസരിച്ച് വായിക്കണം. കാരണം നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഷ ലേൺ ചെയ്യാനാണോ പഠിക്കുന്നത് ആ ഭാഷയിൽ എന്ത് ചെയ്യണം? വായിക്കണം. എ പേഴ്സൺ ഷുഡ് ബി കാപ്പബിൾ ഓഫ് റീഡിങ്. അതായത് നമ്മൾ സാധാരണ ക്ലാസ്സിൽ കുട്ടികളോട് വായിക്കാൻ പറയും. നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളോട് വായിക്കാൻ പറയും. ആ കുട്ടികളോട് വായിക്കാൻ പറയുമ്പോൾ മിക്കവാറും കുട്ടികൾ എന്താ ചെയ്യുക? അവർ ജസ്റ്റ് വേഗം ഒന്ന് വായിക്കും. എന്നിട്ട് പറയുന്നത് സർ വായിച്ചു കഴിഞ്ഞു, സർ കഴിഞ്ഞു എന്ന് പറയും. കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ സർ കഴിഞ്ഞു എന്ന് പറയും. അല്ലെങ്കിൽ കഴിഞ്ഞവർ കൈ വെക്കുക എന്ന് പറഞ്ഞാൽ വേഗം കൈ വെക്കും ചെറിയ ക്ലാസ്സുകളിൽ. ആക്ച്വലി നമ്മൾ അവരോട് എന്തിനാ വായിക്കാൻ പറഞ്ഞു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അതായത് ജസ്റ്റ് ഒരു റീഡിംഗ് അല്ല, അവരോട് നമ്മൾ പറയുന്നത് കോംപ്രിഹെൻഡ് ആണ്. കോംപ്രിഹെൻഡ് അതായത് മനസ്സിലാക്കുക, അതാണ് റീഡിങ്. ജസ്റ്റ് റീഡിംഗ് അല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് എ പേഴ്സൺ ഷുഡ് ബി കാപ്പബിൾ. വായിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി കാപ്പബിൾ ആയിരിക്കണം. എന്തിന്? എ പേഴ്സൺ ഷുഡ് ബി കാപ്പബിൾ ഓഫ് റീഡിങ്. എന്തിനാണ് അവിടെ കാപ്പബിൾ ആവേണ്ടത്? ഇൻ ഓർഡർ ടു ഡീകോഡ്. ആരോ ഒരാൾ എൻകോഡ് ചെയ്ത സാധനമാണ് നമ്മളെ മുന്നിൽ ഇരിക്കുന്നത്. അത് നമ്മളെ കൊണ്ട് ഡീകോഡ് ചെയ്യാൻ പറ്റണം. ഇൻ ഓർഡർ ടു ഡീകോഡ് ചെയ്യുന്നതിന് വേണ്ടി. അതാണ് ജസ്റ്റ് വായനയല്ല, എന്താണ് അത് എന്ന് അറിയണം. ദാറ്റ് ഈസ് ഡീകോഡിങ്. അതായത് എൻകോഡ് ചെയ്തതിനെ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ത്? ഡീകോഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കാപ്പബിൾ ഓഫ് റീഡിങ്. അപ്പോഴാണ് നമുക്ക് റീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാം. നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ചു ഒന്നും മനസ്സിലായില്ല എന്ന് വെക്കാം, നമ്മൾ ഒരു നല്ല റീഡർ അല്ല. എന്താ കാരണം? നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. അതാണ് പറയുന്നത്
അതായത് റീഡിംഗ് കാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻ ഓർഡർ ടു ഡീകോഡ് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഡാറ്റ ഓഫ് ദ റീഡിംഗ് മെറ്റീരിയൽ. നമ്മളെ മുൻപിൽ ഇരിക്കുന്ന ആ റീഡിംഗ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ ഇന്റർപ്രറ്റ് ചെയ്യണം, ഡീകോഡ് ചെയ്യണം. ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് പറയുന്ന മെറ്റീരിയൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിനകത്ത് പറയുന്ന മെറ്റീരിയൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആ മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ് ദാറ്റ് ഈസ് ഡീകോഡിങ്. അതായത് ഇന്റർപ്രറ്റ് ചെയ്യലാണ് ഡീകോഡിങ്. അതിന് കഴിയണം. അല്ലാതെ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞാൽ മതി, ഒരു പാരഗ്രാഫ് ടെക്സ്റ്റിലെ കണ്ടാൽ എനിക്കത് നോക്കി വായിക്കാൻ പറ്റും, അത് ജസ്റ്റ് റീഡിംഗ് ആണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് കോംപ്രിഹെൻസീവ് റീഡിംഗ് ആണ്. ഇവിടുത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോംപ്രിഹെൻസീവ് റീഡിംഗ് ആണ്. കോംപ്രിഹെൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ കേവല വായനയല്ല, മറിച്ച് അത് ഡീകോഡിംഗ് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റീഡിംഗ് മെറ്റീരിയൽ ഇൻ അവർ ഹാൻഡ്. നമ്മുടെ കയ്യിലുള്ള റീഡിംഗ് മെറ്റീരിയൽ ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നെയോ റീഡിംഗ് ഈസ് എ സോഴ്സ് ഓഫ് സെൽഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആൻ ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് സ്കിൽ. റീഡിംഗ് എന്നുള്ളത് ഒരു സെൽഫ് എഡ്യൂക്കേഷൻ ആണ്, സോഴ്സ് ഓഫ് സെൽഫ് എഡ്യൂക്കേഷൻ, സംശയമില്ലല്ലോ. അതായത് റീഡിങ്ങിലൂടെ ഒരു വ്യക്തി പല കാര്യങ്ങൾ സ്വയത്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ റീഡിങ് സെൽഫ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും നല്ല സോഴ്സാണ്. അതായത് ജസ്റ്റ് കേവല വായനയല്ല, വായിക്കുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. ഈ കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്ന കാര്യം അതാണ്. അതായത് ഒരു ടെക്സ്റ്റിൽ, ഇപ്പം എൻ്റെ കൈവശം ഒരു ടെക്സ്റ്റ്, ഞാനത് വായിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാമെന്ന് വെക്കാം. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയുന്നതാവില്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്കറിയാം. പക്ഷേ അതിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞാനത് സ്വയം പഠിച്ചെടുക്കും. കാരണം എവിടെ പോയി കഴിഞ്ഞാൽ എനിക്കത് പഠിക്കാൻ കിട്ടും. എവിടുന്ന് പറ്റും ഞാൻ അത്രയും പോകും, അല്ലേ? അവിടെ പോയിട്ട് ഞാനത് പഠിച്ചെടുക്കും. കാരണം അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വളരുന്നത്, അല്ലേ? എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ എൻ്റെ കഴിവ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അതാണ് പറയുന്നത് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വായിക്കുമ്പോഴാണ് അതൊരു സെൽഫ് എഡ്യൂക്കേഷൻ ആവുന്നത്. അതുപോലെ തന്നെ ആൻ ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് സ്കിൽ, വളരെ പ്രധാനപ്പെട്ട, നേരത്തെയും പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് സ്കില്ലാണ് എന്ത്, റീഡിങ്. കാരണം നമ്മളിങ്ങനെ വായിച്ച് അങ്ങനെ വരുമ്പോഴാണ് കുറെ കഴിയുമ്പോൾ, കാരണം നമുക്ക് പിന്നെ ഏത് സെന്റൻസുകളാണെങ്കിലും ഏത് കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും എന്ത് സ്ട്രക്ചർ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് അത് വായിക്കുമ്പോൾ കത്തും. അത് ഏത് പാറ്റേൺ ആയിക്കോട്ടെ. കാരണം നമുക്ക് ഇതുമായിട്ടുള്ള ബന്ധം കുറവാണ്, വായന കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വായിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇറ്റ് വിൽ ഹെൽപ്പ് ടു അക്വയർ. മാത്രമല്ല റീഡിങ് നമ്മളെ സഹായിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് റീഡിംഗ് ആണ്. വിൽ ഹെൽപ്പ്, സഹായിക്കും, ടു അക്വയർ ദ അതർ സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് മറ്റു 3 സ്കില്ലുകളില്ലേ, ആ സ്കില്ലുകൾ ഒരാൾ റീഡ് ചെയ്യുന്ന ആളാണെന്ന് വെക്കാം, ഒരാൾ വായിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സ്കിൽസിൽ ഒന്ന് മാത്രമല്ലേ റീഡിങ്. പക്ഷേ ഈ ഒറ്റ കാര്യം അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റു സ്കില്ലുകളും ആ വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്യും. എന്താ കാര്യം, ഈ സ്കില്ലുകളെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് റീഡിംഗ് എന്തു ചെയ്യും, ഹെൽപ്പ് ടു അക്വയർ ദ അതർ സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെയാണ് അതർ സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് റൈറ്റിംഗ് പോലുള്ള മറ്റു സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. ഇനി ലാസ്റ്റ് സ്കില്ലാണ് റൈറ്റിംഗ്. ലാസ്റ്റ് സ്കില്ലാണ് ഏത്, റൈറ്റിംഗ്. റൈറ്റിംഗ് ഈസ് ദ ആക്ട് ഓഫ് കമ്പൈനിങ് സിംബൽസ് ഇൻടു മീനിങ്ഫുൾ വേർഡ്സ് ആൻഡ് സെന്റൻസസ്. അതായത് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർഡ്സ് ഉപയോഗിക്കും, വേർഡ്സിനെ എന്താക്കി മാറ്റും, നമ്മൾ ഫ്രേസുകളെ സെന്റൻസുകളുമാക്കി, അല്ലേ?
ഈ ഒരു പ്രക്രിയയാണ് എന്ത് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, നമ്മൾ ഫോണിറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അല്ലെ. നമ്മൾ ഫോണീംസ് പഠിക്കും, അതുപോലെ തന്നെ മോർഫീംസ് പഠിക്കും അല്ലെ. ഏറ്റവും ചെറിയ ശബ്ദമുള്ള യൂണിറ്റ്, അതുപോലെ തന്നെ അർത്ഥമുള്ള യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇതാണ് ഈ സിമ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫോണിറ്റിക്സിൽ കോൺസോണൻസ്, അതുപോലെ തന്നെ വവ്വൽസ് ഒക്കെ പറയുന്നില്ലേ. അപ്പൊ ഈ ഒരു ശബ്ദമുള്ള സൗണ്ടുകൾ, അതാണ് സിമ്പിൾസ്. ഈ സൗണ്ടുകളെ ചേർത്തിട്ട് നമ്മൾ വേർഡ്സ് ആക്കി മാറ്റുന്നു അല്ലെ. വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽഫബറ്റ് എന്ന് പറയും. ഈ ആൽഫബറ്റിന് നമ്മൾ ലാംഗ്വേജിന്റെ രീതിയിൽ പറയുമ്പോൾ എന്താ പറയാ, സൗണ്ട്സ് ആണ്. അതാണ് സിമ്പലുകൾ, സൗണ്ട്സ്. ഇത് ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കും. വാക്കുകളെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഫ്രേസുകളും സെന്റൻസുകളും ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്, റൈറ്റിംഗ്. ആക്ട് ഓഫ് കമ്പൈനിങ് സിംബൽസസ് ഇൻടു മീനിങ്ഫുൾ വേർഡ്സ് ആൻഡ് സെന്റൻസസ്, ദാറ്റ് ഈസ് റൈറ്റിംഗ്. Symbols are arranged in certain convention. അപ്പോൾ ഈ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ പോലെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള ചില കൺവെൻഷൻസ് ഉണ്ട്, ചില പാരമ്പര്യങ്ങളുണ്ട്, ചില റൂൾസ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെതായിട്ടുള്ള കൺവെൻഷൻസ് ഉണ്ട്. അതത് ഭാഷകൾക്ക് ആ ഭാഷകളുടേതായിട്ടുള്ള കൺവെൻഷൻസ് ഉണ്ട്. ആ കൺവെൻഷൻസ് അനുസരിച്ച് നമ്മൾ ഈ സിമ്പിൾസിനെ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ടു ഫോം വേർഡ്സ്, അങ്ങനെയാണ് നമുക്ക് വേർഡ്സ് ലഭിക്കുന്നത്. നമ്മൾ വേർഡ്സ് ഫോം ചെയ്യുന്നു. ദീസ് വേർഡ്സ് റെപ്രസെന്റ് തോട്ട്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഇൻ ടു മീനിങ്ഫുൾ ഫോംസ്. അതായത് ഈ തോട്ട്സ്, അതുപോലെ തന്നെ ഈ വേർഡ്സ്, ദീസ് വേർഡ്സ് റെപ്രസെന്റ് തോട്ട്സ് ആൻഡ് എക്സ്പ്രഷൻസ്, നമ്മളുടെ ചിന്തകളെ അതുപോലെ തന്നെ നമ്മളുടെ ഫീലിങ്സിനെയും ഇതിനെയെല്ലാം എന്ത് ചെയ്യുന്നു, ഈ വാക്കുകൾ ഇവയെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സ്, നമ്മുടെ ചിന്തകള് വാക്കുകള് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ തോട്ട്സിനെ എന്ത് ചെയ്യുന്നു, വേർഡ്സ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, വേർഡ്സിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നിട്ട് മീനിങ് ഫുൾ ഫോംസ് ആവുന്നു. കാരണം ഈ വേർഡ്സ് ഇല്ലെങ്കിൽ നമ്മളെ തോട്ട്സ് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലെ തോട്ട്സ് മീനിങ് ഫുൾ രൂപത്തിലേക്ക് വരുന്നത്, മീനിങ് ഫുൾ ഫോംസിലേക്ക് വരുന്നത് വാക്കുകളിലൂടെയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്തകളാണ് വാക്കുകളായിട്ട് എൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, ഗുഡ് റൈറ്റിംഗ് സ്കിൽസ് ഹെൽപ്പ് യു ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ക്ലാരിറ്റി ആൻഡ് ഈസ്. അതായത് നിങ്ങൾക്ക് നല്ല റൈറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ ആ റൈറ്റിംഗ് സ്കില്ല് നിങ്ങളെ ക്ലാരിറ്റിയോടെയും അതുപോലെ തന്നെ ഈസ്, നിഷ്പ്രയാസവും ബുദ്ധിമുട്ടില്ലാതെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പറയാണ്, നല്ല റൈറ്റിംഗ് സ്കില്ല് നിങ്ങളൊക്കെ സ്വയത്തമാക്കണം. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, എനിക്ക് സ്പീക്കിംഗ് സ്കിൽ ഉണ്ടായതുകൊണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എഴുതുകയാണെങ്കിൽ എന്ത് വേണം, ഗുഡ് റൈറ്റിംഗ് സ്കിൽസ് വേണം. ആ നല്ല റൈറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ ആ റൈറ്റിംഗ് സ്കിൽസ് ഹെൽപ്പ് യു ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ക്ലാരിറ്റി ആൻഡ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധിമുട്ടില്ലാതെ, നിഷ്പ്രയാസം, ഒരു പ്രയാസവും കൂടാതെ എളുപ്പത്തിലും ക്ലാരിറ്റി, ദാറ്റ് മീൻസ് വ്യക്തമായിട്ടും ആശയവിനിമയം നടത്തുന്നതിന് നല്ല റൈറ്റിംഗ് സ്കിൽസ് നമ്മളെ സഹായിക്കുന്നു. റൈറ്റിംഗ് സ്കിൽസ് ആർ നോട്ട് സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക്. റൈറ്റിംഗ് സ്കിൽസ് സ്റ്റാറ്റിക് അല്ല, അത് ഡൈനാമിക്. എന്താ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ, റൈറ്റിംഗ് സ്കിൽസ് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ റൈറ്റിംഗ് സ്കില്ല് മാത്രമല്ല, ഇത് റൈറ്റിംഗ് അല്ല, ഏതൊരു സ്കില്ലും സ്റ്റാറ്റിക് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു സ്കില്ലും ഡൈനാമിക് ആണ്. കാരണം ഏതൊരു സ്കില്ലാണെങ്കിലും അത് സ്ഥിരമായിട്ട് ഒരേപോലെ നിൽക്കുന്നതല്ല. ഏതൊരു സ്കില്ലാണെങ്കിലും നമ്മുടെ പ്രാക്ടീസ് കുറയുമ്പോൾ ആ സ്കില്ല് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതൊരു സ്കില്ലാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഡൈനാമിക്. അതായത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരേപോലെ നിൽക്കുന്നതല്ല. അതായത് നമ്മളെ സ്കില്ല് ഇങ്ങനെ, നമ്മൾ ഒരു സ്കില്ല് ഒരിക്കൽ സ്വയത്തമാക്കി,
പക്ഷെ പിന്നെ നമ്മളതൊന്നും അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്ന് വെക്കുക, ആ സ്കില്ല് പോകും. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കത്തിയുടെ മൂർച്ച. നമ്മളൊരു കത്തി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കത്തിയാണെങ്കിൽ അല്ലേ, അതായത് നമ്മൾ നൈഫ് ഉണ്ടല്ലോ, കത്തി ഉപയോഗിക്കുന്ന കത്തിയാണെങ്കിൽ ദൈനംദിനം അല്ലെ, ഡേ ബൈ ഡേ അതിന്റെ മൂർച്ച കൂടിക്കൊണ്ടേയിരിക്കും. അത് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ തുരുമ്പ് വരും അല്ലെ, റസ്റ്റ് തുരുമ്പ് വരും, അതിന്റെ മൂർച്ച കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് നമ്മുടെ സ്കില്ലും. സ്റ്റാറ്റിക് അല്ലാതെ ഡൈനാമിക് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെക്കാനിക്കൽ പ്രോസസ്. എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ് അല്ലെ, എഴുത്ത് എന്ന് പറഞ്ഞാൽ അതൊരു യാന്ത്രികമായിട്ടുള്ളതാണ്. ഇനി നോക്കൂ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ the words can be written by hand or typed. അതായത് എഴുതാന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? ബൈ ഹാൻഡും ഓർ ടൈപ്പഡ്. നമുക്ക് കൈകൊണ്ട് എഴുതാൻ പറ്റും, അത് ടൈപ്പ് ചെയ്യാനും പറ്റും. ഇൻ ബോത്ത്, രണ്ട് കേസ് ആണെങ്കിലും ദ സ്പെല്ലിംഗ് ഷുഡ് ബി കറക്റ്റ്. സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് പ്രോപ്പർ പങ്ക്ച്വേഷൻ ഷുഡ് ബി യൂസ്ഡ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പങ്ക്ച്വേഷനും അതിൽ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീഡർക്ക് അല്ലെങ്കിൽ ലിസണർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും, കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പൊ സാധാരണ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.